ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നലെ നമ്മൾ അസിസ്റ്റൻറ്റ് സെയിൽസ്മാനും 10th മെയിൻസിനുമുള്ള ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കി, അതിൻ്റെ അനുബന്ധ വസ്തുക്കൾ കൂടി പറഞ്ഞു. അതിൻ്റെ ബാക്കി ഭാഗം ഇന്ന് നോക്കാം. ഓക്കെ. ഇന്ത്യയുടെ കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ ചെയർമാനെ കൂടാതെ പ്രസിഡന്റിന് എത്ര വിവരാവകാശ കമ്മീഷണർമാരെ കൂടി നിയമിക്കാൻ കഴിയും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ്? 9, 10, 20, 11. ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, 10. അനുബന്ധ വസ്തുക്കൾ കൂടി നോക്കാം. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിച്ചിരിക്കുന്നത് 2005 വിവരാവകാശ നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരം എന്ന് ചോദിച്ചാൽ അത് 12 ആണ്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വ്യക്തി ആരെന്ന് ചോദിച്ചിട്ടുണ്ട്. ഒരുപാട് തവണ ചോദിച്ച ചോദ്യമാണ്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വ്യക്തി ആരാണ്? വജാഹത്ത് ഹബീബുള്ള. വജാഹത്ത് ഹബീബുള്ളയാണ് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വ്യക്തി. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വനിത ആരെന്ന് ചോദിച്ചിട്ടുണ്ട്. വനിത ദീപക് സന്ധു ആണ്. ആരാണ്? ദീപക് സന്ധു ആണ് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വനിത. രണ്ടാമത്തെ വനിതയാണ് സുഷമ സിംഗ്. ആദ്യത്തേത് ദീപക് സന്ധുവും രണ്ടാമത്തെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ വനിതയാണ് സുഷമ സിംഗ്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്നതിനുള്ള സമിതി അംഗങ്ങൾ ആരൊക്കെ എന്ന് ചോദിച്ചിട്ടുണ്ട്. ആരൊക്കെയാണ്? കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്നതിനുള്ള സമിതി അംഗങ്ങൾ ആരൊക്കെ എന്ന് ചോദിച്ചിട്ടുണ്ട്. ആരൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമന്ത്രി, ലോകസഭാ പ്രതിപക്ഷ നേതാവ്, പ്രധാനമന്ത്രി നോമിനേറ്റ് ചെയ്യുന്ന ക്യാബിനറ്റ് മിനിസ്റ്റർ. ഇവരൊക്കെയാണ് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്നതിനുള്ള സമിതി അംഗങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ. അടുത്ത പോയിന്റ്, വിവരാവകാശ കമ്മീഷനിൽ അംഗമായ ആദ്യ വനിത പത്മ ബാലസുബ്രഹ്മണ്യമാണ്. ആരാണ്? പത്മ ബാലസുബ്രഹ്മണ്യമാണ് വിവരാവകാശ കമ്മീഷനിൽ അംഗമായ ആദ്യ വനിത. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്ന സാമൂഹിക മത പരിഷ്കരണ പ്രസ്ഥാനങ്ങളും അവയുടെ സ്ഥാപകരും എന്ന ഗ്രൂപ്പിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. സേവാ സമിതി, N.M. ജോഷി. രണ്ടാമത്തേത് സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി, ഗോപാലകൃഷ്ണ ഗോഖലെ. 3, ആര്യസമാജം, സ്വാമി ദയാനന്ദ സരസ്വതി. ഇതിൽ ശരിയായ ജോഡി ഏതെന്ന് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ഇതിൽ ശരിയായ ജോഡി എന്നാണോ കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ തെറ്റായ ജോഡി എന്നാണോ എന്ന് ആദ്യം നോക്കി അണ്ടർലൈൻ ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ മനസ്സിലാക്കി വെക്കുക. നമ്മൾ പെട്ടെന്ന് ശരിയായതാണ് എന്ന് വിചാരിച്ച് പെട്ടെന്ന് ആൻസർ ക്ലിക്ക് ചെയ്തിട്ട് പോവും. അപ്പോഴായിരിക്കും തെറ്റായ ജോഡി എന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ തെറ്റിപ്പോവില്ലേ? അതുകൊണ്ട് ആദ്യം എന്താണ് ചോദിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഓക്കെ. അപ്പോൾ ആൻസറായിട്ട് വരുന്നത് ബി ആണ്. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി, ഗോപാലകൃഷ്ണ ഗോഖലെ ശരിയാണ്. ആര്യസമാജം, സ്വാമി ദയാനന്ദ സരസ്വതി ശരിയാണ്. ആൻസർ ബി ആണ്. അപ്പോൾ ഇതിൻ്റെ ഇതുപോലെ ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് പോയിൻറ്റ്സ് കൂടി പറയാം. രാജാറാം മോഹൻ റോയിയെ കുറിച്ച് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. സാമൂഹ്യ പരിഷ്കർത്താക്കളും സംഘടനകളും എന്ന ഭാഗത്തു നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് പോയിൻറ്റ്സ് കൂടി പറയുന്നുണ്ട്. ഓക്കെ. രാജാറാം മോഹൻ റോയി ആത്മീയ സഭ 1815 അതുപോലെ ബ്രഹ്മസമാജം 1828 ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഓക്കെ. 1828 ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയ്. അതുപോലെ സ്വാമി വിവേകാനന്ദനെ കുറിച്ച് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. സ്വാമി വിവേകാനന്ദൻ രാമകൃഷ്ണ മിഷൻ 1897 അതുപോലെ വേദാന്ത സൊസൈറ്റി ന്യൂയോർക്കിലാണ്. പിന്നെ ആത്മാറാം പാണ്ഡുരംഗിനെ കുറിച്ച് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ആത്മാറാം പാണ്ഡുരംഗ് പ്രാർത്ഥനാ സമാജമാണ്, 1867 മദൻ മോഹൻ മാളവ്യ ചോദിച്ചിട്ടുണ്ട്. ഹിന്ദു മഹാസഭയാണ്, 1907 വർഷവും ചോദിച്ചിട്ടുണ്ട്. മദൻ മോഹൻ മാളവ്യ ഹിന്ദു മഹാസഭ 1907. അതുപോലെ
ജ്യോതിറാവ് ഫുലെ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. സത്യശോധക് സമാജാണ്. സത്യശോധക് സമാജ് 1873 അതുപോലെ ബിർസ ഗുലാം അഹമ്മദിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അഹമ്മദിയ മൂവ്മെൻറ്റ് 1889 BR അംബേദ്കർ ഒരുപാട് തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. മഹർ പ്രസ്ഥാനം പീപ്പിൾസ് എഡ്യൂക്കേഷൻ സൊസൈറ്റി 1945 മുംബൈ ആയിരുന്നു. അതുപോലെ VD സവർക്കർ, ഗണേഷ് സവർക്കർ അഭിനവ് ഭാരത് സൊസൈറ്റിയാണ്. അഭിനവ് ഭാരത് സൊസൈറ്റി 1904 അതുപോലെ സർ സയ്യദ് അഹമ്മദ് ഖാൻ ചോദിച്ചിട്ടുണ്ട്. യുണൈറ്റഡ് ഇന്ത്യ പാട്രിയോട്ടിക് അസോസിയേഷൻ 1888 ഓക്കെ. ദയാനന്ദ സരസ്വതി ശുദ്ധി പ്രസ്ഥാനം ആര്യസമാജം. ഇവ രണ്ടും ഉണ്ട്. സ്വാമി ദയാനന്ദ സരസ്വതിയെക്കുറിച്ച് ശുദ്ധി പ്രസ്ഥാനവും ആര്യസമാജം 1875 ആര്യസമാജം. സെയ്ദ് അഹമ്മദ് ബറേൽവി വഹാബി പ്രസ്ഥാനമാണ് 1820 അതുപോലെ ഹാജി ശരിയത്തുള്ള ഫാരിസി പ്രസ്ഥാനമാണ് 1819 ഹാജി ശരിയത്തുള്ള ഫാരിസി പ്രസ്ഥാനം 1819. അപ്പോൾ ഇത്രയും പഠിക്കുക. ഓക്കെ. ഡൽഹൗസി പ്രഭുവുമായി ബന്ധപ്പെട്ട് തന്നിട്ടുള്ള പ്രസ്താവനകളിൽ നിന്ന് ശരിയായ ഉത്തരം കണ്ടെത്തുക. 1. മുംബൈ മുതൽ താനെ വരെയുള്ള ഇന്ത്യയിലെ ആദ്യ റെയിൽവേ ലൈൻ നിർമ്മിച്ചത് ഇദ്ദേഹത്തിൻ്റെ കാലത്താണ്. 2. ആധുനിക ഇന്ത്യയുടെ നിർമ്മാതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടു. 3. സതി സമ്പ്രദായം, ശിശുഹത്യ എന്നിവ നിരോധിച്ചത് ഇദ്ദേഹത്തിൻ്റെ കാലത്താണ്. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ശരിയായ ഉത്തരം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസറായിട്ട് വരുന്നത് സി ആണ്. 1ഉം 2ഉം. ഒന്നെന്താണ്? മുംബൈ മുതൽ താനെ വരെയുള്ള ഇന്ത്യയിലെ ആദ്യ റെയിൽവേ ലൈൻ നിർമ്മിച്ചത് ഇദ്ദേഹത്തിൻ്റെ കാലത്താണ്. ശരിയാണ്, ഡൽഹൗസി പ്രഭുവിൻ്റെ കാലത്താണ്. ആധുനിക ഇന്ത്യയുടെ നിർമ്മാതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടു, അതും ശരിയാണ്. ഓക്കെ. സതി സമ്പ്രദായം നിർത്തലാക്കിയെന്നുള്ളത് തെറ്റാണ്. അപ്പോൾ 1ഉം 2ഉം ആണ് നമ്മുടെ ആൻസർ സി. ഓക്കെ. കുറച്ച് പോയിൻറ്റ്സ് കൂടി പറയാം. ആധുനിക ഇന്ത്യയുടെ സൃഷ്ടാവ് എന്നറിയപ്പെടുന്നത് ഡൽഹൗസി പ്രഭുവാണ്. ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. ഇന്ത്യൻ ടെലിഗ്രാഫിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതും ഡൽഹൗസി പ്രഭുവാണ്. ഇന്ത്യയിലെ ആദ്യ ടെലിഗ്രാഫ് ലൈൻ കൊൽക്കത്ത ടു ഡയമണ്ട് ഹാർബർ വരെയാണ്. ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്നറിയപ്പെടുന്നതും ഡൽഹൗസി പ്രഭുവാണ്. ഒരുപാട് തവണ ചോദിച്ച ചോദ്യമാണ്. ഓക്കെ. ഉദാരമനസ്കനായ ഗവർണർ ജനറൽ എന്നറിയപ്പെടുന്നത് വില്യം ബെൻഡിക്കാണ്. ആരാണ്? വില്യം ബെൻഡിക്ക്. ഒരുപാട് തവണ ചോദിച്ച ചോദ്യമാണ്. സതി നിരോധിച്ച ഗവർണർ ജനറൽ വില്യം ബെൻഡിക്കാണ്. പെൺശിശു ഹത്യ നിരോധിച്ച ഗവർണർ ജനറൽ വില്യം ബെൻഡിക്കാണ്. ഇന്ത്യയിലെ ആധുനിക ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതും വില്യം ബെൻഡിക്കാണ്. ഒരുപാട് തവണ ചോദിച്ച ചോദ്യമാണിത്. ഇന്ത്യയിലെ ആധുനിക ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? വില്യം ബെൻഡിക്. ഓക്കെ. അപ്പോൾ എല്ലാവരും ഇത്രയും ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കുക. ഇപ്പോൾ ക്വസ്റ്റ്യൻ കുറച്ചാണെങ്കിലും ഒരുപാട് പോയിൻറ്റ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇത്രയും നന്നായി പഠിക്കുക. ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ എടുക്കുന്നതായിരിക്കും. ഓക്കെ. താങ്ക് യു.